ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. എൻ്റെ പേര് വർഗീസ് ജോർജ്. എന്നെ അറിയപ്പെടുന്ന പേര് ജോളി വെള്ളരിങ്ങാട്ടെന്നാണ്. ബാലറ്റ് പെട്ടി പേപ്പറിൽ എൻ്റെ പേര് ജോളി വെള്ളരിങ്ങാട്ടെന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ചിഹ്നം മെഴുകുതിരികളാണ്. 2 മെഴുകുതിരി ഉൾക്കൊള്ളുന്ന ഒരു ചിഹ്നമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയമെന്നെ യാതൊരു പകയോ വിദ്വേഷവും ഇല്ലാതെ ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത് എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ 2005, 2010, 2015, 2020 അങ്ങനെ 3 ടേമിൽ ഞാനും ഭാര്യയും ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡിൻ്റെ പ്രതിനിധികളായിരുന്നു. വികസനം എത്തിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 9-ാം വാർഡിൽ ഇനിയും കലുങ്കോ പാലമോ റോഡോ തോടോ ഒന്നും പുതുക്കേണ്ടതായിട്ടില്ല. മുഴുവൻ പരിപാടികളും നടത്തി മുഴുവൻ വികസനവും എത്തിച്ചിട്ടാണ് മുഴുവൻ പേർക്കും വെള്ളം, ലൈറ്റ്, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. വീടില്ലാത്തവർക്ക് വീട്, മെയിൻ്റനൻസ് കൊടുക്കാൻ വേണ്ടി അതിനുള്ള ശ്രമം തൊഴിലുറപ്പുകാരുടെ കൂടെ നിന്ന് അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. അങ്ങനെ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന പാതയിൽ 9-ാം വാർഡിനെ നല്ല രീതിയിൽ നേതൃത്വം നൽകിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും 11-ാം വാർഡിൽ താമസിക്കുകയാണ്. അവിടെ നിന്നും ജനറൽ വാർഡിലായതുകൊണ്ട് ഒരു പ്രതിനിധിയായി മത്സരിക്കണം എനിക്ക് എന്ന ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും സമ്മർദ്ദം, രാഷ്ട്രീയം കൂടാതുള്ള സമ്മർദ്ദം മൂലം ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുകയാണ്, അതും സ്വതന്ത്രനായിട്ട്. എന്നെ സഹായിക്കുവാൻ ഞാൻ ഈ 11-ാം വാർഡിലെ വോട്ടർമാരോട് മുഴുവൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെന്നെ ജയിപ്പിച്ചാൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 9-ാം വാർഡിൽ സ്വതന്ത്രനായി നിന്നുകൊണ്ട് സ്വതന്ത്രമായ ധീരതയോടുകൂടി പ്രവർത്തിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ എനിക്ക് ലഭിച്ച അനുഭവ പാഠം കൂടുതൽ വികസനം എത്തിക്കുന്നതിന് 11-ാം വാർഡിൽ സഹായിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും. ഏതൊരാവശ്യത്തിലും ഏത് സമയത്തും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തരികയാണ്. മെഴുകുതിരികളുടെ ചിഹ്നത്തിൽ എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ച് ആനിക്കാടിൻ്റെ ഒരു ഭാഗമാക്കണമെന്ന് വിനീതനായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ചിഹ്നം മെഴുകുതിരികൾ.